ഭദ്ര സന്തോഷത്തോടെ അനന്തന്റെ മുഖത്തേക്ക് നോക്കി. അനന്തൻ കയ്യിലെ റിപ്പോർട്ട് ചുരുട്ടി നിരത്തിയിട്ടു. ഭദ്രയുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് ചുംബിച്ചു. "നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ?" അനന്തൻ പുഞ്ചിരിയോടെ ചോദിച്ചതും ഭദ്ര തലയാട്ടി. "എന്താ?" "മസാലദോശ." ഭദ്ര നാണത്തോടെ അവന്റെ നെഞ്ചിൽ മുഖമമർത്തി. "ചെല്ല്, ഞാൻ വാങ്ങിയിട്ട് വരാം." "ഇപ്പൊ തന്നെയോ?" നീ ചെല്ല്." ഭദ്ര തലയാട്ടി ഉള്ളിലേക്ക് ചെന്നതും അനന്തൻ ആ പേപ്പർ എടുത്ത് ബുള്ളറ്റിൽ കയറി. ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിലും അനന്തന്റെ മനസ്സ് വേറെ എന്തൊക്കെയോ ചിന്തയിലായിരുന്നു. തെറ്റായി ഒന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല. ചിന്തകളേക്കാളും മേലെയാണ് ഭദ്രയിലുള്ള പ്രണയവും വിശ്വാസവും. അവളുടെ കയ്യിൽ മസാലദോശ കൊടുക്കുമ്പോഴുള്ള സന്തോഷം, അത് കാണുമ്പോൾ താൻ മറ്റെല്ലാം മറന്നുപോകുന്നു. ഹോസ്പിറ്റലിൽ എന്തോ തെറ്റുപറ്റിയതാണ് ആദ്യം ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ. എന്തോ ഒരു വല്ലായ്ക മനസ്സിന്. അതൊരിക്കലും ഭദ്രയെ ഓർത്തല്ല. ഭദ്ര അനന്തന്റെയാണ്. അവൾക്കൊരിക്കലും തെറ്റുപറ്റില്ല. പിന്നെ എവിടെയാണ് പിഴ സംഭവിച്ചത്? എല്ലാം കൂടെ ഓർക്കുമ്പോൾ രാത്രി അനന്തൻ കുളിച്ചിറങ്ങുമ്പോൾ ഫോൺ ബെല്ലടിക്കുന്നുണ്ടായിരുന്നു. ഭദ്ര ഒന്ന് എത്തിനോക്കി. മിഥിലയാണ്. അവൾ ഫോൺ അറ്റൻഡ് ചെയ്യാതെ ബെഡിൽ തന്നെ കിടന്നു. അനന്തൻ കുളിച്ചിറങ്ങിയതും ഫോണെടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു. അടക്കിപ്പിടിച്ച സംസാരങ്ങൾ ഭദ്രയുടെ ഉള്ളിൽ ചെറിയൊരു നീറ്റലുണ്ടാക്കി. മിഥിലയെ തനിക്കേ അറിയൂ. അവളുടെ ഉദ്ദേശവും അത് ഇതുവരെ അനന്തേട്ടന് മനസ്സിലായിട്ടില്ല. അവൾക്കങ്ങനെ തെറ്റായൊരു ഉദ്ദേശം ഉള്ളപ്പോൾ അനന്തേട്ടൻ അകലം പാലിക്കുന്നതാണ് നല്ലത്. താൻ അനന്തേട്ടനെ സംശയിച്ചോ? ഒരിക്കലുമില്ല. അനന്തേട്ടനോട് പിന്നീട് മിഥിലയെക്കുറിച്ച് സംസാരിക്കാത്തതാണ്. അവൾ നല്ല അഭിനേത്രിയാണ്. അതുകൊണ്ട് അനന്തേട്ടൻ തന്നെ വിശ്വസിക്കില്ല. എന്നാലും അടക്കിപ്പിടിച്ച സംസാരങ്ങൾ സ്വസ്ഥത നൽകുന്നില്ല. ഭദ്ര എഴുന്നേറ്റിരുന്നു. അനന്തൻ അല്പസമയത്തിനകം റൂമിലേക്ക് വന്നു. ഭദ്ര എഴുന്നേറ്റിരിക്കുന്ന കണ്ട് അനന്തൻ ചെറുതായെന്ന് ഞെട്ടി. അവൾ എന്തെങ്കിലും കേട്ടു കാണുമോ എന്നുള്ള ടെൻഷനും അവനിൽ നിറഞ്ഞു. "ആരാ അനന്തേട്ടാ ഈ നേരത്ത്?" അത് അത് ഡ്രൈവർ. അവൻ നാളെ വരില്ലെന്ന്." അനന്തൻ വിക്കലോടെ പറഞ്ഞിട്ട് ബെഡിൽ കിടന്നു. ഭദ്രയും തിരിഞ്ഞിടുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. "അനന്തേട്ടൻ നുണ പറഞ്ഞിരിക്കുന്നു." "എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി?" ഉള്ളു വല്ലാതെ നോവുന്നുണ്ട്. അടിവയറ്റിലൊക്കെ വല്ലാത്ത വേദന. ഒഴുകുന്ന കണ്ണുകൾ അടച്ച് കിടന്നു. ഉറങ്ങുന്നവരെ അനന്തന്റെ കൈകൾ അവളെ തേടി വന്നില്ല. ഷർട്ടിടാതെ കിടക്കുമ്പോൾ ആ നെഞ്ചിലേക്ക് ചേർന്ന് കിടക്കാൻ വല്ലാത്ത കൊതിയാണ്. അപ്പോൾ ഒരുപാട് സുരക്ഷിതത്വം തോന്നും. പക്ഷേ ഇപ്പോൾ എന്തോ അവനിൽ നിന്ന് അകന്നു കിടക്കാനാണ് അവൾക്ക് തോന്നിയത്. അനന്തൻ കൈ രണ്ടും തലയ്ക്ക് പിന്നിൽ വെച്ച് കറങ്ങുന്ന ഫാനിലേക്ക് ദൃഷ്ടി പായിച്ചു കിടന്നു. മിഥിലയാണ് വിളിച്ചത്. 2 ഹോസ്പിറ്റൽ കൂടെ പോയി നോക്കാമെന്ന് അവൾ പറഞ്ഞു. ടൗണിലാണ്. രാവിലെ പോയാൽ വൈകിട്ടേ എത്തൂ. ഭദ്രയോട് കള്ളം പറയേണ്ടി വന്നു. എന്തോ അതുകൊണ്ട് അവളെ നോക്കാൻ പോലും കഴിയുന്നില്ല. ആ കണ്ണുകൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ എല്ലാം പറഞ്ഞു പോവും. അവൻ ചെരിഞ്ഞു കിടക്കുന്ന അവളെ എഴുന്നേറ്റിരുന്ന് നോക്കി. നല്ല ഉറക്കത്തിലാണ്. നെറ്റിയിലൊന്ന് ചുംബിച്ച് ഷെൽഫിൽ നിന്നൊരു കുപ്പിയെടുത്ത് നേരെ ബാൽക്കണിയിലേക്ക് നടന്നു. എത്ര കുടിച്ചിട്ടും എന്തോ ഉറക്കം വരുന്നില്ല. ഒരുപാട് ചോദ്യങ്ങൾ മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ. അനന്തൻ സോപാനത്തിൽ കിടന്നു. ഇടയ്ക്ക് എപ്പോഴോ വല്ലാത്ത വയറുവേദന തോന്നി എഴുന്നേറ്റതാണ്. എഴുന്നേൽക്കുമ്പോൾ വേദന സഹിക്കാൻ കഴിയുന്നില്ല. അരികിൽ തൊട്ടുനോക്കി. അവിടെ ശൂന്യമായിരുന്നു. ഭദ്ര വയർ പൊത്തിപ്പിടിച്ച് ബാത്റൂമിലേക്ക് വേച്ചു നടന്നു. ബാത്റൂമിൽ നിന്ന് 10 മിനിറ്റോളം എടുത്തു ഇറങ്ങി വരാൻ. അപ്പോഴും ബെഡ് ശൂന്യമായിരുന്നു. ഭദ്ര വെള്ളം കുടിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് ചെന്നു. സോപാനത്തിൽ കിടക്കുന്ന അനന്തനെയും അരികിലെ മദ്യക്കുപ്പിയും അവൾ മാറി മാറി നോക്കി. എന്തോ വിളിക്കാൻ തോന്നിയില്ല. നേരെ ബെഡിൽ വന്ന് കിടന്നു. ഓരോന്നാലോചിച്ച് എപ്പോഴും ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ സമയം വൈകിയിരുന്നു. അനന്തേട്ടന്റെ ഫോൺ ബെല്ലടിക്കുന്ന കേട്ടാണ് എഴുന്നേറ്റത്. ഉറക്കെ ചടവോടെ ആരാണെന്ന് നോക്കാതെ അറ്റൻഡാക്കി ചെവിയോട് ചേർത്തു. "റെഡിയായോ അനന്തേട്ടാ?" ഭദ്ര പെട്ടെന്ന് ഞെട്ടി. അവൾ ഫോണിലേക്ക് നോക്കി. മിഥിലയാണ്. ഭദ്ര ഫോൺ കട്ടാക്കാതെ കയ്യിൽ പിടിച്ചിരിക്കുന്ന കണ്ടാണ് അനന്തൻ അവൾക്കുള്ള ചായയുമായി വന്നത്. അനന്തൻ അവളെ സംശയത്തോടെ നോക്കി. ഭദ്ര ഫോണ് അവന് നേരെ നീട്ടി. ബാത്റൂമിൽ കയറി അനന്തൻ ഫോൺ വാങ്ങിയതും ഞെട്ടി. "എന്താ മിഥി? അനന്തേട്ടൻ എന്താ ഫോൺ എടുത്തിട്ട് സംസാരിക്കാത്തെ?" "അയ്യോ, നീ എന്തെങ്കിലും പറഞ്ഞോ?" "ഇല്ല." "അനന്തേട്ടൻ റെഡിയായോ എന്ന് ചോദിച്ചു." നീ വെച്ചോ, ഞാൻ വിളിക്കാം." മിഥി മൂളിക്കൊണ്ട് ഫോൺ കട്ടാക്കി. അനന്തൻ ഫോണ് ചുണ്ടോട് ചേർത്ത് ബാത്റൂമിലേക്ക് നോക്കി. ഭദ്ര ഇറങ്ങാൻ സമയാവും. അവളോട് പറഞ്ഞിട്ട് പോയാൽ ആ കണ്ണുകൾ കണ്ടാൽ. അനന്തൻ വേഗം ഡ്രസ് മാറി ഇറങ്ങി. കാറാണ് എടുത്തത്. ഭദ്ര കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ ജാനുഅമ്മ പിറുപിറുക്കുന്നുണ്ട്. "എന്താ ജാനുഅമ്മേ?" "ഓ, എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ പോരെ. അതിന് മാത്രം എന്താ അത്യാവശ്യം? ഞാൻ ആർക്ക് വേണ്ടിയാ ഇതൊക്കെ ഉണ്ടാക്കുന്നേ?" "പോട്ടെ, എന്തെങ്കിലും തിരക്കുണ്ടാവും." ഭദ്ര ജാനുഅമ്മയെ ഉന്തിത്തള്ളി അടുക്കളയിലേക്ക് വിട്ടു. എന്നാലും അവളുടെ മനസ്സിൽ ചില സംശയങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി. മിഥി എന്തെങ്കിലും ചതി നടത്തിക്കാണുമോ എന്നൊരു ഭയമില്ലാതില്ല. സ്കൂളിൽ ഇന്ന് ലീവ് പറഞ്ഞു. മനസ്സ് ശരിയല്ല. അതിനിടയിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റില്ല. വല്ലാതെ വിശന്നപ്പോഴാണ് അവൾ ഭക്ഷണം കഴിച്ചത്. അതുവരെ അനന്തനെക്കുറിച്ചായിരുന്നു ചിന്ത. വയറ്റിലുള്ള കുഞ്ഞിന്റെ കാര്യം പോലും മറന്നിരിക്കുന്നു. റൂമിൽ കയറുമ്പോൾ അനന്തേട്ടന്റെ മണമാണ്. പക്ഷേ ഇപ്പോൾ അത് ആസ്വദിക്കാൻ കഴിയുന്നില്ല. അവൾ തൊടിയിലേക്ക് നടന്നു.
പുറകുവശം തെങ്ങും കവുങ്ങും എല്ലാം ചേർന്ന ചെറിയ തോട്ടമാണ്. തെങ്ങിനും കവുങ്ങിനും തടമെടുത്തതിൽ ഒഴുകുന്ന വെള്ളത്തിൽ അവൾ കാൽ നനച്ച് നടന്നു. ഇടയ്ക്ക് കേൾക്കുന്ന പലതരം കിളികളുടെ ശബ്ദം. ഈ തോട്ടം കഴിഞ്ഞിറങ്ങിയാൽ താഴെ ജാതിക്കത്തോട്ടമാണ്. അവിടെ കുറച്ച് ഇരുട്ടാണ്. ഒടുക്കത്തെ കൊതുകും. പിന്നെ തോടും പാടും അടുത്തായതുകൊണ്ട് ഞണ്ടുകളെയും കാണാം. ചെറുപ്പത്തിൽ അംബികാമ്മ ഉള്ളപ്പോൾ പാടത്ത് നിന്ന് ഞവണിക്ക പെറുക്കിയിട്ടുണ്ട്. ആ ഓർമ്മയിൽ അവളൊന്ന് പുഞ്ചിരിച്ചു. ആഹാ, വാതിലൊക്കെ തുറന്നിട്ട് മോളെന്താ ഇവിടെ? ഭദ്ര പെട്ടെന്ന് തിരിഞ്ഞു. ശങ്കരനാണ്. അവളൊന്ന് പുഞ്ചിരിച്ചു. അമ്മാവൻ എപ്പോ വന്നു? ഞാൻ ജാനു ഏടത്തിയുടെ കൂടെ വന്നു. ആള് ചായ വെക്കുന്നുണ്ട്. അനന്തം വന്നില്ലേ? പ്രസന്നമായ മുഖം പെട്ടെന്ന് മങ്ങി. ഏയില്ല. എവിടെ പോയതാ? അറിയില്ല. ഭദ്ര ഒരു നിമിഷം ചിന്തിച്ച് അമ്മാവനോട് പറഞ്ഞാലോ? തന്നെ തെറ്റിദ്ധരിക്കോ? മിതിക്ക് കല്യാണമൊന്നും നോക്കുന്നില്ലേ? നോക്കുന്നുണ്ട്. ആൾക്ക് പിടിക്കണ്ടേ? എല്ലാത്തിനും വാശിയാ. അത് കാണുമ്പോഴാ ഒരു പേടി. കുറച്ച് ദിവസമായി ആരോടും മിണ്ടാട്ടമില്ലാതെ റൂമിൽ തന്നെയായിരുന്നു. ഇന്നലെ ഒന്ന് ചിരിച്ചു കണ്ടത്. എന്നിട്ട് ആളെവിടെ? ഇന്ന് രാവിലെ ധൃതിയിൽ ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടോ പോകുന്നുണ്ടായിരുന്നു. ഒരു 100 പ്രാവശ്യമെങ്കിലും കണ്ണാടി നോക്കിയിട്ടുണ്ടാവും. ശങ്കരൻ ചിരിച്ചു. എന്നാൽ ഭദ്രയ്ക്ക് ചിരി വന്നില്ല. മനസ്സിൽ അസ്വസ്ഥതകൾ കൂടി. ഞാൻ അമ്മാവനോട് ഒരു കാര്യം പറയട്ടെ? എന്നോട് ദേഷ്യം തോന്നരുത്. എന്താ മോളെ? അയാളുടെ നെറ്റി ചുളിഞ്ഞു. റിസൾട്ട് കിട്ടിയതും ആനന്ദന്റെ മുഖം കടലാസ് പോലെ വിളറി വെളുത്തു. ചെയറിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും സാധിക്കാതെ അവൻ തളർന്നു. ഡോക്ടർ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അതൊന്നും അവന്റെ ചെവിയിൽ കയറിയില്ല. മിതി സാഹചര്യം മുതലെടുത്ത് അവന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. ആ ടെൻഷനിൽ അനന്തൻ അത് ശ്രദ്ധിച്ചില്ല. തിരിച്ചു നടക്കുമ്പോഴും അവൾ കയ്യിൽ തൂങ്ങിയിരുന്നു. അനന്തേട്ടാ, ഇങ്ങനെ ടെൻഷനാവല്ലേ. മരുന്നുകൊണ്ട് ശരിയാവും. അവൾ പറയുന്നതൊന്നും കേൾക്കാതെ അനന്തൻ കാറിൽ കയറി. അനന്തേട്ടാ, മിതി പിടിച്ചു കുലുക്കിയപ്പോൾ അവൻ ഞെട്ടലോടെ അവളെ നോക്കി. എന്താ? ഇത് തൽക്കാലം ഭദ്ര അറിയണ്ട. എന്തായാലും മെഡിസിൻ കഴിച്ചു നോക്കാം. അവളെ വെറുതെ വിഷമിപ്പിക്കാൻ നിൽക്കണ്ട. ആനന്ദൻ അതിന് മൂളിയതേ ഉള്ളൂ. അവൻ ഗൗരവത്തോടെ ട്രൈ ചെയ്തു. അവന്റെ മനസ്സിൽ നിരാശയായിരുന്നു. ഹോസ്പിറ്റലിൽ തന്നെയാവും പ്രശ്നം. അല്ലാതെ തന്റെ ഭദ്ര. ഛേ, അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എന്താ മോളെ നീ പറയുന്നേ? സത്യം മിതിക്ക് അനന്തേട്ടനോട്. പക്ഷെ അനന്തേട്ടൻ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അദ്ദേഹത്തിന് ഇപ്പോഴും അതൊക്കെ അനിയത്തിയുടെ സ്നേഹപ്രകടനങ്ങളാ. മോളെ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അയ്യോ ഉണ്ട്. ഞാൻ ഇത് എങ്ങനെയാ അമ്മാവനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ മുതലല്ലേ അവളിങ്ങനെ മിണ്ടാതെയായത്? ശങ്കരൻ ആലോചിച്ചു നോക്കിയിട്ട് തലയാട്ടി. ശരിയാ. പക്ഷെ ഇന്ന് അവൾക്ക് എന്തിനാ ഇത്ര സന്തോഷം? അങ്ങനെ ഉണ്ടാവാൻ പാടില്ല മോളെ. ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടാവാൻ പാടില്ല. അയാൾ തളർന്നുകൊണ്ട് തെങ്ങിൽ ചാരി നിന്നു. എന്താ അമ്മാവ? ഭദ്ര അയാളുടെ തോളിൽ കൈവച്ചു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അതൊരിക്കലും പാടില്ല. പാപമാണ്. ഒരേ അച്ഛൻ്റെ മക്കൾ, ഒരേ ചോര. അവർ ഒരിക്കലും. ശങ്കരൻ പറഞ്ഞു പൂർത്തിയാക്കാനാവാതെ നിന്നു. ഭദ്ര ഞെട്ടലോടെ നിന്നു. അമ്മാവൻ എന്താ പറയുന്നേ? അനന്തേട്ടൻ അമ്മാവൻ്റെ. അയാൾ തലകുനിച്ച് തലയാട്ടി. അതാ അമ്മ നഷ്ടപ്പെട്ട എൻ്റെ മകൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ നിഴല് പോലെ. അനന്തേട്ടനോട് ഇതുവരെ പറഞ്ഞിട്ടില്ലേ? ഇല്ല മോളെ. അച്ഛൻ ആരാന്ന് ചോദിക്കുമ്പോഴൊക്കെ അംബിക മൗനം പാലിക്കും. പിന്നെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് അവന് കാണാത്ത അറിയാത്ത അച്ഛനോട് ദേഷ്യമായി. അത് വെറുപ്പായി. പക്ഷെ അംബിക അവളെ എന്നോട് സത്യം വാങ്ങിയിരുന്നു. ഒരിക്കലും അനന്തൻ ഇതൊന്നും അറിയരുതെന്ന്. ഭദ്ര തളർച്ചയോടെ നിലത്തിരുന്നു. ശങ്കരൻ അവളുടെ ഒപ്പം ഇരുന്നു. ദൈവമേ, സ്വന്തം സഹോദരനെയാണോ ഇവൾ പ്രണയിക്കുന്നത്? മിതിക്കത് അറിയില്ലേ അമ്മാവ? ഇല്ല മോളെ. വിഷ്ണുവിനും വിലാസിനിക്കും സത്യക്കും അറിയാം. അംബികാമ്മയെ എന്തിനാ ചതിച്ചേ? ചതിച്ചതല്ല മോളെ. ഞാനിവിടെ പണിക്ക് വന്നതാ. അംബികയും ഞാനും സ്നേഹത്തിലായി. അവളുടെ നിർദ്ദേശപ്രകാരം ഞാൻ എൻ്റെ വീട്ടിൽ പോയി കാര്യം പറയാൻ പോയതാ. അവിടെ വെച്ച കല്യാണം മുടങ്ങി നിൽക്കുന്ന അമ്മാവൻ്റെ മകൾ വിലാസിനിയെ എനിക്ക് വിവാഹം കഴിക്കേണ്ടി വന്നത്. ഞാൻ അവളോട് എല്ലാം തുറന്നു പറഞ്ഞു. അവൾക്കും അംബികയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ വന്നതാ. അന്നാ അറിയുന്നേ അവൾ ഗർഭിണിയായതിന് അവളെ തറവാട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന്. പിന്നീട് അംബികയുടെ അച്ഛൻ സ്വത്തൊക്കെ അവളുടെ പേരിലാക്കി. ഞാനും വിലാസിനിയും അവളെ കണ്ടു. വിലാസിനി ഞങ്ങൾക്കിടയിൽ നിന്ന് പോവാമെന്ന് പറഞ്ഞിട്ടും അംബിക സമ്മതിച്ചില്ല. എന്നോട് തിരിച്ചു പോവാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ഇവിടെ തന്നെ നിന്നു. മറ്റൊരുത്തിയുടെ ഭർത്താവിന് വേണ്ടെന്ന് അംബിക തീർത്തു പറഞ്ഞു. അതിനുശേഷം അനന്തൻ ജനിച്ചു. പിന്നീട് വിലാസിനിയുടെ സങ്കടം കാണാൻ കഴിയാതെ അവളെ സ്വീകരിക്കണമെന്ന് അംബിക കരഞ്ഞു പറഞ്ഞു. മിഥിലയും അനന്തൻ്റെ കൂടെ മേലെടുത്തേക്ക് ചെന്നു. അനന്തൻ കുറെ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവൾ കൂടെ വന്നു. ഭദ്ര പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞാൽ മിഥി എങ്ങനെ പ്രതികരിക്കുമെന്ന് ആലോചിച്ച് അനന്തന് ടെൻഷൻ തോന്നിയിരുന്നു. ഹാളിൽ ചെന്ന് സോഫയിലിരുന്ന് ചുറ്റും കണ്ണു പായിച്ചു. എവിടെയും കാണാനില്ല. ആ വന്നോ? ജാനുവും അനന്തനും മിഥിലയ്ക്കും ചായ കൊടുത്തു. ശങ്കരനും ഭദ്രയ്ക്കും ഇട്ട ചായയാ. എന്നിട്ട് അവരെവിടെ? തൊടിയിലുണ്ട്. മിഥി നെറ്റി ചുളിച്ചുകൊണ്ട് അനന്തനെ നോക്കി. അവളുടെ നോട്ടം എന്താണെന്ന് അറിയാതെ അവൻ നോക്കി. മിഥി സംശയത്തോടെ എഴുന്നേറ്റ് തൊടിയിലേക്ക് നടന്നു. പുറകെ അനന്തനും.
എല്ലാം എൻ്റെ തെറ്റാ മോളെ. നീ ഇതൊന്നും അനന്തനോട് പറയണ്ട. നിന്റെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ കാര്യം മാത്രം നീ ആലോചിച്ചാൽ മതി. ശങ്കരൻ അവളുടെ ചുമലിൽ കൈവച്ചു. അച്ഛാ. നിധി ഉറക്കെ വിളിച്ചതും രണ്ടാളും ഞെട്ടി തിരിഞ്ഞു നോക്കി. ഭദ്രയുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളും. മാമ അവസാനം പറഞ്ഞതും അനന്തൻ്റെ ചെവിയിൽ ഒരു മൂളിച്ച പോലെ കേട്ടു. അവൻ്റെ പെട്ടെന്ന് മിഴികൾ നിറഞ്ഞു. അച്ഛൻ എന്താ ഇവിടെ? ഇവിടെ വരാൻ പാടില്ലേ? ഭദ്ര എന്തിനാ കരയുന്നേ? ആരുടെ കുഞ്ഞിൻ്റെ കാര്യമാ നിങ്ങൾ പറഞ്ഞത്? മിഥി ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു. അത് ഭദ്രയുടെയും അനന്തൻ്റെയും. ഭദ്രയ്ക്ക് വിശേഷമുണ്ട്. ശങ്കരൻ അത് അറിഞ്ഞിട്ടെങ്കിലും മകൾ പിന്മാറട്ടെ എന്ന് കരുതി. ഹാ ബെസ്റ്റ്. അതാ ഞാൻ ചോദിക്കുന്നേ, ഭദ്രയുടെ വയറ്റിൽ ആരുടെ കുഞ്ഞാണെന്ന്. ഭദ്ര ഞെട്ടലോടെ മുഖമുയർത്തി. ഒപ്പം അനന്തനും ശങ്കരനും. മിഥി വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം. ഇങ്ങനെയാണോ ഞാൻ നിന്നെ വളർത്തിയത്? അയ്യോ അതല്ല അച്ഛാ. അനന്തേട്ടന് കുഞ്ഞുങ്ങളുണ്ടാകില്ല. അതാ ഞാൻ ചോദിച്ചേ. ഇവൾക്ക് ആരുടെ കൂടെ പോയിട്ടാ? പരിഹാസത്തോടെ ബാക്കി പൂർത്തിയാക്കുന്നതിന് മുമ്പ് മിഥിയുടെ ഇടത്തെ കവിളിൽ അടികെട്ടി വീണിരുന്നു. മിഥി കവിളിൽ കൈവച്ച് നോക്കി. നീ ആരാടി എൻ്റെ ഭാര്യയെ പറയാൻ? കാര്യസ്ഥൻ്റെ മോള് ആ സ്ഥാനത്ത് നിന്നാൽ മതി. കുടുംബകാര്യങ്ങൾ ഇടപെടേണ്ട. അനന്തൻ. അവൻ്റെ കണ്ണ് ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. അവൻ ഭദ്രയെ നോക്കി. കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ തെങ്ങിൽ ചാരി പാവപ്പോടെ നിൽക്കുന്നുണ്ട്. അവൻ്റെ കണ്ണുകളിൽ സങ്കടം നിറഞ്ഞു. ഓഹോ. എന്നാൽ ഞാൻ ഇടപെടുന്നില്ല. പക്ഷേ കുട്ടികളുണ്ടാകാത്ത അനന്തേട്ടൻ്റെ ഭാര്യ എങ്ങനെയാ പ്രഗ്നൻ്റ് ആയത്? അത് കാര്യസ്ഥൻ്റെ മകൾ ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ? മിഥി അവിടുന്ന് എഴുന്നേറ്റ് വാശിയോടെ പറഞ്ഞു. ഭദ്ര ആകെ മരവിച്ച അവസ്ഥയിലാണ്. മിഥി, ഇനി നീ ശബ്ദിച്ചാൽ. അനന്തൻ വിരൽ ചൂണ്ടി. ശബ്ദിച്ചാൽ? അനന്തേട്ടൻ ഇവളോട് ചോദിക്ക്. ഇത്ര അടുത്ത് ഹോസ്പിറ്റൽ ഉണ്ടായിട്ടും ഇവൾ എന്തിനാ ദേവമാഷിനെ കൂട്ടി ടൗണിലുള്ള ഡോക്ടറെ കാണാൻ പോയതെന്ന്? അത് എനിക്ക് എങ്ങനെ അറിയാം? എൻ്റെ കൂടെ പഠിച്ചതാ അവൾ. അവൾക്കൊരു ഡൗട്ട് തോന്നിയിട്ട് എന്നെ വിളിച്ചതാ. അപ്പോഴല്ലേ ഞാൻ അറിയുന്നേ. ഭദ്ര ഒന്നും മിണ്ടാതെ വീട്ടിലേക്ക് നടന്നു. അനന്തൻ്റെ അടുത്ത് എത്തിയതും അവളൊന്ന് നിന്നു. ഞാൻ ഇതുവരെ ആരെയും ചതിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഭദ്ര പ്രാണനായി കരുതുന്ന അനന്തേട്ടനെ. ഭദ്ര വേഗം ഉള്ളിലേക്ക് കയറി. അനന്തൻ തലമുടിയിൽ കുരുത്തു വലിച്ചു. മോനെ, ദയവ് ചെയ്ത് ഇവിടെ നിന്നൊന്നു പോ. എനിക്ക് അല്പം മനസ്സമാധാനം വേണം. അനന്തൻ മിഥിയെയും ശങ്കരനെയും നോക്കി പറഞ്ഞുകൊണ്ട് ഭദ്രയുടെ പുറകെ വേഗം നടന്നു. അനന്തൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ഭദ്ര കട്ടിൽ നിർവികാരമായി ഇരിക്കുന്നുണ്ട്. ഏതോ ബന്ധുവിൽ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്നവളെ അനന്തൻ സഹതാപത്തോടെ നോക്കി. അവൾക്ക് മുന്നിൽ പോയി നിൽക്കാൻ കഴിയുന്നില്ല. അനന്തൻ അവളുടെ അടുത്തിരുന്നു. ഭദ്രി, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി ഞാൻ നിന്നെ സംശയിക്കുമെന്ന് കരുതുന്നുണ്ടോ? അവളുടെ താടി പിടിച്ച് മുഖം അവൻ്റെ നേരെയാക്കി. ഭദ്ര പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. അനന്തേട്ടനെ അറിയണ്ടേ? കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്ത അനന്തേട്ടൻ്റെ ഭാര്യയ്ക്ക് എങ്ങനെ വയറ്റിലുണ്ടായെന്ന്? ഭദ്ര പറഞ്ഞു പൂർത്തിയാക്കും മുമ്പേ അനന്തൻ അവളുടെ ചുണ്ടിൽ കൈവച്ചു. ഹോസ്പിറ്റലിൽ എന്തോ തെറ്റ് പറ്റിയതാ. ഭദ്ര ഒന്നും മിണ്ടിയില്ല. തെളിയിക്കാൻ തൻ്റെ കയ്യിൽ തെളിവ് പോലുമില്ല. പക്ഷേ അവിശ്വസിക്കാൻ തെളിവ് ഒത്തിരി ഉണ്ടാവും. ഭദ്രേ. അനന്തൻ ചെരിഞ്ഞു ഇരുന്നുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. എനിക്കൊന്ന് കിടക്കണം. അനന്തൻ കൈയെടുത്ത് എഴുന്നേറ്റു. ഭദ്ര അവനെ ശ്രദ്ധിക്കാതെ കിടന്നു. അവളെ ഒന്ന് നോക്കിയിട്ട് അനന്തൻ പുറത്തേക്ക് ഇറങ്ങി. ഭദ്രയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. അന്ന് വൈകുന്നേരം ഭദ്ര കഴിക്കാതെ കിടന്നു. അനന്തൻ വന്ന് വിളിച്ചിട്ടും അവൾ വന്നില്ല. ഒടുവിൽ അനന്തൻ തന്നെ അവൾക്ക് വാരിക്കൊടുത്തു. ഭദ്ര കുറെ വാശി കാണിച്ചിട്ടും അനന്തൻ വിട്ടില്ല. മുഴുവൻ വാരിക്കൊടുത്തു കഴിഞ്ഞ് അനന്തൻ അവളുടെ വയറിൽ കൈവച്ചു. ആരെന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ. ഭദ്രയെ അനന്തന് അറിയാം. അനന്തൻ എഴുന്നേറ്റു. ഭദ്രയ്ക്കും അത് വല്ലാത്ത ആശ്വാസമായി. ഇതൊക്കെ ആരുടെ ചതിയാണെന്ന് അധികം ആലോചിക്കേണ്ടി വന്നില്ല. പക്ഷെ ഒറ്റയ്ക്ക് തന്നെക്കൊണ്ട് ഒന്നിനും കഴിയില്ല. ഭദ്ര വേഗം ഫോണെടുത്തു. ദേവമാഷിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ, എനിക്ക് മാഷിനെ ഒന്ന് അത്യാവശ്യമായി കാണണം. നാളെ തന്നെ. ഭദ്ര ഫോൺ കട്ടാക്കി കിടന്നു. ഭദ്ര സ്കൂളിൽ പോവാൻ റെഡിയായപ്പോഴും അനന്തൻ എഴുന്നേറ്റിരുന്നില്ല. ജാനുമ്മയോട് യാത്ര പറഞ്ഞ് അവൾ ഇറങ്ങി. അഖിൽ ഇന്നില്ല. അതുകൊണ്ട് നടത്തം തന്നെ ശരണം. വീട്ടിലിരുന്നാൽ ശരിയാവില്ല. ദേവമാഷിനെ കണ്ട് കാര്യങ്ങൾ പറയണം. ദേവമാഷിന് തന്നെ സഹായിക്കാൻ പറ്റും. തൻ്റെ അവസ്ഥ മനസ്സിലാവും. അവൾ സ്കൂളിൽ എത്തുന്നതിന് മുമ്പ് എതിരെ ഒരു കാർ വന്ന് നിന്നു. ഭദ്ര ഞെട്ടലോടെ നിന്നതും ദേവ് പുഞ്ചിരിയോടെ കാറിൽ നിന്ന് ഇറങ്ങി. മാഷായിരുന്നോ? മാഷ് എന്താ കാറിൽ? വെറുതെ. ടീച്ചർ വന്ന് കയറ്. എങ്ങോട്ട്? എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? സ്കൂളിൽ വെച്ച് പറഞ്ഞാൽ ശരിയാവില്ല. അല്ലെങ്കിൽ നമുക്ക് നല്ല പേരാ. ആ അത് ശരിയാ. ഭദ്ര കാറിലേക്ക് കയറി. ഗൂഢമായ ചിരിയോടെ ദേവും. അനന്തൻ വൈകുന്നേരം മില്ലിൽ നിന്ന് ഭദ്രയെ കൂട്ടാൻ സ്കൂളിൽ പോയി. പെണ്ണെ എത്ര വിളിച്ചിട്ടും എടുക്കുന്നില്ല. ഇന്നലെ ഉണ്ടായതിൻ്റെ പിണക്കമായിരിക്കും. രാവിലെ പോയതും കണ്ടില്ല. ആകെക്കൂടെ മനസ്സ് വല്ലാതെ പിടയ്ക്കുന്നു. അവളെ കാണാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. സ്കൂളിൽ എത്തിയപ്പോൾ എല്ലാം പൂട്ടിയിരുന്നു. ഇന്ന് നേരത്തെ വിട്ടു. അവൻ സമയം നോക്കി. 4 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ എത്തിക്കാണും. മേലെടുത്ത് എത്തിയിട്ടും വാതിൽ പൂട്ടിക്കിടക്കുന്നു കണ്ട് അവൻ്റെ നെറ്റി ചുളിഞ്ഞു. അവൻ ഭദ്രയെ വീടിന് ചുറ്റും വിളിച്ചു നടന്നിട്ടും കണ്ടില്ല. അനന്തന് ടെൻഷൻ തോന്നി.
അവൻ വേഗം ഫോണെടുത്ത് ബദ്രിയെ വിളിച്ചു നോക്കി. സ്വിച്ച് ഓഫാണ്. അവൻ ദേഷ്യത്തിൽ കൈ ചുരുട്ടി ചുമരിലിടിച്ചു. എന്തോ ഓർത്ത പോലെ വീണ്ടും ഫോണെടുത്ത് ലളിത ടീച്ചർ വിളിച്ചു. എന്നാൽ ബദ്രി ഇന്ന് സ്കൂളിൽ വന്നിട്ടേ ഇല്ലെന്ന് പറഞ്ഞു കേട്ട് അനന്തൻ ഞെട്ടി. അവൻ വേഗം ശങ്കരനെ കോൾ ചെയ്തുകൊണ്ട് ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി. ശങ്കരനോട് കാര്യം പറയുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു. അനന്തൻ ചെന്നത് മംഗലത്തേക്കായിരുന്നു. അനന്തനെ കണ്ടതും രാഗിണി സന്തോഷത്തോടെ ഇറങ്ങി വന്നു. വാ മോനെ. അമ്മായി, ബദ്രി ഇങ്ങോട്ട് വന്നോ? ഇല്ലല്ലോ. എന്താ മോനെ? ഏയ്, ഇന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു. ചിലപ്പോൾ തനിച്ചു പോയി കാണും. അനന്തൻ വരുത്തിച്ച ചിരിയോടെ പറഞ്ഞ് തിരിഞ്ഞു നടന്നു. അവനാകെ വിയർത്തിരുന്നു. അപ്പോഴേക്കും ശങ്കരനും വിഷ്ണുവും കവലയിൽ അന്വേഷിച്ചു. അനന്തനും അവരെ കണ്ട് അങ്ങോട്ട് ചെന്നു. എന്തായി അനന്ത? അവൻ നിരാശയോടെ തല വിലങ്ങനെയാട്ടി. ഏട്ടാ, സ്കൂളിലെ എല്ലാ ടീച്ചർമാരെയും വിളിച്ചു നോക്ക്. ചിലപ്പോൾ ലളിത ടീച്ചർ കാണാത്തതാവും. ആ, അത് ശരിയാ. ശങ്കരൻ വേഗം ഫോണെടുത്തു. അനന്തൻ ബുള്ളറ്റിൽ ചാരി വിരലിൽ കൂട്ടിപ്പിടിച്ചു നിന്നു. കൺമുന്നിൽ ഇന്നലെ പാപ്പോടെ കരഞ്ഞു നിൽക്കുന്ന പെണ്ണിന്റെ മുഖമാണ്. ആ, അത് ശരിയാ. ശങ്കരൻ വേഗം ഫോണെടുത്തു. അനന്തൻ ബുള്ളറ്റിൽ ചാരി വിരലുകൾ കൂട്ടിപ്പിടിച്ചു നിന്നു. കൺമുന്നിൽ ഇന്നലെ പാപ്പോടെ കരഞ്ഞു നിൽക്കുന്ന പെണ്ണിന്റെ മുഖമാണ്.